ന്യായാധിപന്മാർ 17-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. പരക്കുമോർ. എഫ്രയീം മലനാട്ടിൽ മീഖ എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ തൻ്റെ അമ്മയോട്, നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എൻ്റെ കൈവശമുണ്ട്. ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു. എൻ്റെ മകനെ, നീ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ, കൊത്തുപണിയും വാർപ്പ് പണിയുമുള്ള ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകന് വേണ്ടി കർത്താവിന് നേർന്നിരിക്കുന്നു. ആകയാൽ ഞാനത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പ് പണിയുമുള്ള ഒരു വിഗ്രഹമുണ്ടാക്കി. അത് മീഖായുടെ വീട്ടിലുണ്ടായിരുന്നു. മീഖായ്ക്ക് ഒരു ദേവമന്ദിരമുണ്ടായിരുന്നു. അവൻ ഒരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കിച്ചു. തൻ്റെ പുത്രന്മാരിൽ ഒരുവനെ കരപൂരണം കഴിച്ചു. അവൻ അവൻ്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് ഇടവിടാതെ നിനക്ക് സ്തുതി പാടുവാൻ യോഗ്യരായി തീരുമാറാകണമേ. ആമേൻ.